നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ദന്തരോഗങ്ങളും ദന്ത സംരക്ഷണവും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് തൊടുപുഴ സണ്ണി ഡെന്റൽ ക്ലിനിക്കിലെ കൺസൾട്ടൻ്റായ ഡോക്ടർ എലിയാസ് ആണ്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണയായി എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നിർബന്ധമായും ഡോക്ടറെ കാണേണ്ടത്? സാധാരണയായി ഒരു പബ്ലിക് ഡെൻറ്റിസ്റ്റിനെ കാണുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വേദനയോ നീരോ അസഹ്യമായി വരുമ്പോൾ, അത് അല്ലെങ്കിൽ ബ്ലഡ് വരുമ്പോൾ, അങ്ങനെ ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ വരുമ്പോൾ മാത്രമേ ഡെൻറ്റിസ്റ്റിനെ കാണാറുള്ളൂ. അത് മാറി ഞങ്ങൾ പറയുന്നത് ഒരു കൊച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ തൊട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുവാണെങ്കിൽ ഒരു പരിധിവരെ എല്ലാ ദന്തസംബന്ധമായ എല്ലാ അസുഖങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അതിനുപരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ദന്തസംബന്ധമായ പിള്ളേരിലുണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റുകളുടെ ദൈർഘ്യം കുറയ്ക്കാൻ സാധിക്കും. സാധാരണ വളരെ കോമൺ ആയി നമ്മുടെ നാട്ടിൽ കാണുന്ന ദന്തരോഗങ്ങൾ ഏതൊക്കെയാണ്? പല്ല് വേദന വരികയാണ് എപ്പോഴും. അതെ, പല്ല് പറിക്കുന്ന ആശുപത്രി അല്ലെങ്കിൽ പല്ല് പറിക്കുന്ന ഡോക്ടർ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അതുപോലെ തന്നെ പല്ലുവേദന അസഹനീയമാകുമ്പോൾ മാത്രമാണ് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ ഒരു പേഷ്യൻ്റ് വരുന്നത്. ഇപ്പോൾ നേരെ മാറി. പല്ലുവേദന അല്ല അസുഖം. പല്ലുവേദനയ്ക്ക് മുമ്പ് തന്നെ അത് കേട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേടുണ്ട്, സെൻസിറ്റിവിറ്റി വരും. അപ്പോൾ തന്നെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പല്ല് വളരെ നാളുകൾ ഒരു കുഴപ്പവും കൂടാണ്ടിരിക്കാൻ സാധിക്കും. ഓക്കെ. ഈ മോണരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മോണരോഗം ഒരു പല്ലുകൾക്ക് വരുന്ന പല്ല് രോഗം പോലെ തന്നെയാണ് മോണരോഗം. മോണരോഗത്തിന് സാധാരണയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ കഴുകുന്ന എല്ലാവരും പറയും. പണ്ടുള്ള ആൾക്കാർ, മുതിർന്ന ആൾക്കാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു നേരം എപ്പോഴും വാ കുഴിഞ്ഞ് കഴുകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുപരിയായിട്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ആരും വാ കഴുകണെ പറ്റിയൊക്കെ ചിന്തിക്കാറ് പോലുമില്ല. സ്പൂണെടുത്ത് ഭക്ഷണം കഴിച്ച് വാ കഴുകാണ്ട് പോകുന്നതാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ വായിൽ പറ്റിപ്പിടിക്കുന്ന ആഹാര സാധനങ്ങൾ മോണയിലും പറ്റിപ്പിടിച്ചിരിക്കും. ആ പറ്റിപ്പിടിക്കുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ വായിലുള്ള പ്രത്യേക അണുക്കളുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽക്കുലസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. ആ കാൽക്കുലസാണ് മോണരോഗം ഉണ്ടാകുന്നത്. മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് വെച്ചാൽ ആദ്യമേ പയ്യെ ബ്ലീഡിങ് വരും. അത് കഴിഞ്ഞിട്ട് ചെറിയ സ്മെല്ലുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം ചോരയ്ക്ക് പകരം പഴുപ്പ് വന്നു തുടങ്ങും. അപ്പോഴാണ് പല്ല് ഇളകി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രവൃത്തി മൂലം, ചെറിയൊരു ജോലി മൂലം അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. ക്ലീനിങ് എന്ന് പറയും. ഞങ്ങൾ 6 മാസം കൂടുമ്പോൾ എങ്കിലും ഒരു പേഷ്യൻ്റ്, ഒരു ജനം അന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. മോണരോഗം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും ഇതുകൊണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് കുറച്ചു കാലങ്ങളായി ചെറിയൊരു വാനാറ്റം ഉള്ളതുകൊണ്ടാണ് എന്താണെന്ന് അറിയാൻ പറ്റും. വായുനാറ്റമുണ്ട്. അതെ. വായുനാറ്റം പ്രധാനമായിട്ടും വായിലുള്ള കുഴപ്പം കൊണ്ട് തന്നെയാണ് വായുനാറ്റം ഉണ്ടാകുന്നത്. പക്ഷേ അതുകൂടാണ്ട് പല കാരണങ്ങളുമുണ്ട്. ആദ്യമേ തന്നെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് വായിൽ കാൽക്കുലസ് ഉണ്ടോ, അഴുക്കുകളുണ്ടോ, മോണപഴുപ്പുണ്ടോ എന്ന് പരിശോധിപ്പിക്കുക. ആ മോണപഴുപ്പുണ്ടെങ്കിൽ അത് മാറ്റുക. മോണപഴുപ്പ് തുടങ്ങിയ കാലഘട്ടമാണെങ്കിൽ വെറുതെ ഒരു ക്ലീനിങ് കൊണ്ട് മാറാൻ പറ്റുന്നതാണ്. ഇനി അതല്ല കൂടുതൽ അസ്ഥിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ചികിത്സ, മോണരോഗ ചികിത്സകളുണ്ട്. ആ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറും. അതല്ലാണ്ട് സൈനസൈറ്റിസ്, വയറ്റിലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനും കൊണ്ടും വായുനാറ്റം ഉണ്ടാകും. ആദ്യമേ ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഡെൻ്റൽ സംബന്ധമായിട്ടാണോ വായുനാറ്റം ഉണ്ടാകുന്നത് അതല്ലയോ എന്ന് പരിശോധിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം വേറെ കൂടുതൽ ചികിത്സയ്ക്ക് പോകേണ്ടതാണ്. ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. അതെ ഡോക്ടർ. പറഞ്ഞോളൂ. അതെ, എൻ്റെ പല്ല് താഴത്ത് നേരെ കംപ്ലീറ്റ് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും കുഴപ്പം? അത് പല കാരണങ്ങളും തേയ്മാനം സംഭവിക്കാം. പ്രത്യേകിച്ച് ഈ രാത്രി കിടന്ന് കഴിക്കുന്ന ബ്രക്സസ് എന്ന് പറയും, ക്ലെൻച്ചിങ് ഹാബിറ്റ്, അതുള്ളവർക്ക് പല്ല് വളരെയധികം തേയ്മാനം സംഭവിക്കും. അത് സ്ട്രെസ്സും നമ്മുടെ പകലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. ഒരു സ്ട്രെസ്സാണ് മെയിനായിട്ടും പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല ബ്രക്സിസത്തിന്. പിന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ഗാർഡ്, ഒരു നൈറ്റ് അപ്ലയൻസ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. പിന്നെ പകൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊക്കെ നമ്മൾ റിലീവ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും നോക്കുക.
അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ കണ്ടീഷനായ TV കാണുമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുകയോ ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ആകുമ്പോൾ പല്ല് നമ്മൾ കടിക്കുന്നുണ്ടെങ്കിൽ പകലാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചത് മാറ്റാൻ സാധിക്കും. രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. അന്നേരം നമ്മൾ ഈ നൈറ്റ് ഗാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേഞ്ഞു ഇനി ഉപരിയായിട്ട് തേയാണ്ടിരിക്കാൻ നമുക്ക് നോക്കാൻ പറ്റും. ഇനി ഒരു പരിധിയിൽ കൂടുതൽ തേഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്, അതിന് ക്രൗൺസ് ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ എൻ്റെ പേര് സതീഷ് എന്നാണ്, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോ സതീശൻ. സാറേ എനിക്കെന്താ വെച്ചാൽ ഈ പല്ലിനകത്ത് ഒരു ഒരു എന്താ പല്ലിങ്ങനെ ചെറുതാകുന്ന പോലെ, എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ മോണയ്ക്കും പല്ലിനും ഗ്യാപ്പ് ഉള്ളത് പോലെയും നല്ല ആഹാരം കഴിക്കുന്ന സമയത്ത് പല്ലിന് തേയ്മാനം ഉള്ളത് പോലെയൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറുവാണോ? ഭക്ഷണം ഉണ്ടാകാറുണ്ട്, പക്ഷെ ഈ പല്ലിന് താൽവിഷമില്ലേ, ഈ ചതയ്ക്കകത്ത് കയറുന്ന അവിടെയായിട്ട്. പല്ലിൻ്റെ പുറം സൈഡിലാണോ അകം സൈഡിലാണോ? അകം സൈഡാണ്. അകം സൈഡിലാണ്. ആ, അത് കേടുകൾ കാണും അതിനകത്ത്. കേടുകൾ കേടുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥതയാ, ടോട്ടലി അസ്വസ്ഥതയാ. ഭക്ഷണം കഴിച്ചാലും അതിന് കഴിഞ്ഞാലും എപ്പോഴാണെങ്കിലും അത് ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കിയ ശേഷം തീരുമാനിക്കാനേ പറ്റുള്ളൂ. അത് പുറമേ നിന്ന് കാണണമെന്നില്ല, അകത്തെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ചിലപ്പോൾ കേടായിരിക്കാം, അല്ലെങ്കിൽ മോണയ്ക്ക് പഴുപ്പായിരിക്കാം. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ 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 ആ കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. സാധാരണയായി പല്ല് ക്യാവിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ തന്നെ മോണരോഗം ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴുകത്തില്ല. നമ്മുടെ വായിൽ എപ്പോഴും അണുക്കളുണ്ട്. ആ അണുക്കൾ നമ്മുടെ വായിലുള്ള ഭക്ഷണ പദാർത്ഥമായിട്ട് റിയാക്ട് ചെയ്തൊരു ആസിഡ് ഉണ്ടാവും. ഈ ആസിഡാണ് പല്ലിനെ പയ്യെ ദ്രവിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇനാമിൽ ഡീമിനറലൈസ് ചെയ്യും. അപ്പോൾ ആദ്യമേ ചെറിയ കേടായിരിക്കും, ചെറിയ ഒരു കുഴിയായിരിക്കും. ആ കുഴിക്കകത്ത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല, ഭക്ഷണ സാധനങ്ങൾ പിന്നെയും എല്ലാ ദിവസവും അടിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ക്യാവിറ്റി വലുതായി ആദ്യമേ ഡെൻറ്റിലെത്തും, പിന്നെ പൾപ്പിനകത്തേക്ക് എത്തുമ്പോൾ വേദന വരുമ്പോഴാണ് സാധാരണഗതിയിൽ പേഷ്യൻ്റ് അറിയുള്ളൂ. ഈ ക്യാവിറ്റിക്കുള്ള ചികിത്സ എന്തൊക്കെയാണ്? ക്യാവിറ്റിക്കുള്ള ചികിത്സ ഫില്ലിംഗ് ആണ്. ക്യാവിറ്റി ഓപ്പൺ ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഡ്രില്ല് ചെയ്താണ് സാധാരണ ഇതിൽ ഡെൻറ്റിസ്റ്റുകൾ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ലേസേഴ്സ് ഉണ്ട്, അത് വെച്ച് ഓപ്പൺ ചെയ്ത് ക്യാവിറ്റിയുടെ സൈസ് അനുസരിച്ച് പല മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിൽവർ ഫില്ലിംഗ് ആണ് എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഔട്ട്ഡേറ്റായി വരുന്നു, പല കൺട്രീസിലും അത് നിർത്തി വരുന്നു. നമ്മുടെ കൺട്രിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എക്കണോമിക്കലാണ് അതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ്. പിന്നെ പ്ലാസ്റ്റിക് പോലെ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലുണ്ട്, അതാകുമ്പോൾ നമുക്ക് ഒത്തിരി ടൂത്ത് കട്ട് ചെയ്യേണ്ട വരത്തില്ല. സിൽവറിനാണെങ്കിൽ ഒരു ടൂത്ത് പ്രിപ്പറേഷൻ വേണ്ടി വരും, കോമ്പോസിറ്റിനാണെങ്കിൽ അത്രയും പ്രിപ്പറേഷൻ വേണ്ടി വരത്തില്ല, അതുകൊണ്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ ക്യാവിറ്റി വലുതാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ ഗോൾഡ് ഉപയോഗിക്കുന്നില്ല. നേരത്തെ ഗോൾഡ് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ സെറാമിക് എന്ന് പറഞ്ഞാൽ ഓൺലൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഏത് സൈസാണ് ക്യാവിറ്റി എന്നുള്ളതിന് അനുസരിച്ചായിരിക്കും ഫില്ലിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ. എന്താണ് ഈ റൂട്ട് കനാൽ ചികിത്സ? വേദന വന്ന പല്ലുകളുടെ വേദന മാറ്റി എടുക്കുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. സാധാരണ ഇതിൽ കേട് വന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട് ആദ്യമേ വന്നു. ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഇനാമൽ കഴിഞ്ഞിട്ട് ഡെൻറ്റിൻ വന്നിട്ട് പൾപ്പിനോട് ചേർന്നോ പൾപ്പിനകത്തോ വരുമ്പോൾ മാത്രമാണ് വേദന വരുന്നത്. ഈ വേദന വന്ന പല്ലുകളുടെ വേദന മാറ്റി അതിനകത്തുള്ള മജ്ജ എടുത്ത് കളഞ്ഞ് ആ മജ്ജ എടുത്ത സ്ഥലത്ത് വേറൊരു ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് പല്ല് വളരെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റും ഇട്ടിട്ട് ക്യാപ്പ് ചെയ്യുന്നതിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പണ്ട് കാലത്തൊക്കെ നമ്മൾ വേദന വന്ന പല്ലുകൾ അസഹനീയമായ വേദന വന്നു കഴിഞ്ഞാൽ പറിച്ച് കളയുകയായിരുന്നു പതിവ്. ഇപ്പോൾ അതിന് പകരം ആ പല്ലുകളുടെ ആയുസ് കുറച്ചും കൂടി നീട്ടിയെടുക്കാൻ സാധിക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വഴി. അതുപോലെ തന്നെ ക്ഷതം സംഭവിച്ച പല്ലുകൾ നമ്മൾ ആക്സിഡൻ്റായോ അല്ലെങ്കിൽ തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല്ലുകൾക്കും റൂട്ട് കനാൽ ചെയ്യേണ്ട ആവശ്യമാണ് പല്ല് ഡെഡായി കഴിയുമ്പോൾ. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ മാഡം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞോളൂ ഡോക്ടർ, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ദാസ് എന്നാണ്. പറഞ്ഞോളൂ. ക്ലിയർ ആയില്ലോ? കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം. പൊതുവെ ധാരണയുണ്ട് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുളിപ്പ് മറ്റുള്ള
ഉണ്ടാകും, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, തണുത്ത ആഹാരങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ അത് ശരിയാണോ? പല്ലിന് കേട് കൂടുമ്പോൾ പൾപ്പിനകത്തേക്ക് എത്തുമ്പോഴാണ് തണുത്ത ആഹാരം കഴിക്കുമ്പോൾ പുളിപ്പും വേദനയും ഉണ്ടാകുന്നത്. അപ്പോൾ പല്ലിന് തീർച്ചയായിട്ടും കേടുണ്ട്. ആ കേട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യണം. അതാണ് അതിൻ്റെ ചികിത്സ. മോണകളിൽ നിന്ന് രക്തം പൊടിയുന്ന അവസ്ഥ പലരിലും ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? മോണയിൽ നിന്ന് രക്തം പൊടിയുന്ന മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മോണയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞിരുന്ന് മോണയ്ക്ക് പഴുപ്പുണ്ടാകുമ്പോഴാണ് രക്തം പൊടിയുന്നത്. രക്തം പൊടിയുന്ന ആദ്യമേ ചെറിയൊരു പ്രവൃത്തിയുണ്ട്, അത് മാറ്റാവുന്നതാണ്. ക്ലീനിങ് എന്ന് പറയും. ആ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം രക്തം വരുന്നുണ്ടെങ്കിൽ പിന്നീട് എക്സ്റേ എടുത്ത് നോക്കിയതിന് ശേഷം OPG എന്ന് പറയും, ഓർത്തോപെന്നോഗ്രാഫി എടുത്ത് നോക്കിയതിന് ശേഷം എല്ലുകളുടെ നഷ്ടം ആധാരമാക്കി മോണയുടെ ചികിത്സ ചെയ്യേണ്ടതാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ബ്ലഡ് വരാറുണ്ട്. ഇതിനുള്ള ചികിത്സ പ്രഗ്നൻസി ടൈം ആണെങ്കിലും ചികിത്സ സാധ്യമാണ്. ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രദമായ കാര്യം. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് എല്ലാം നോക്കിയതിന് ശേഷം ചെയ്യണം. ഓക്കെ ഡോക്ടർ. വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സാർ. പറഞ്ഞോളൂ സാർ. 39 ഏജ് ഉണ്ട്. പറഞ്ഞോളൂ. പല്ലിന്റെ മുകളിലെ ലൈനിൽ ഒരു 3 പല്ല് തേയ്മാനം വന്നിരിക്കുന്നു സാർ. സൈഡിലാണോ പല്ലിൻ്റെ ടിപ്പിലാണോ? ടിപ്പിലാണോ വന്നേക്കണേ? 39 വയസ്സുണ്ട്. ഫ്രണ്ടിലെ പല്ലാണോ പുറകിലെ പല്ലാണോ? മുന്നിലെ പല്ലാണ് സാറേ. മുന്നിലെ മുകളിലത്തെ പല്ലുകളാണ് തേയ്മാനം സംഭവിച്ചിരിക്കുന്നത്. താഴെയിലെ 2 പല്ല്, ഉള്ളിലെ പല്ല് 2 എടുത്തിട്ടുണ്ട് കേട് വന്നിട്ട്. അതിന്റെ നേരെ മുകളിലെ പല്ലാണ് തേയ്മാനം വന്നിരിക്കുന്നത്. പുറകിലത്തെ പല്ലാണോ മുന്നിലത്തെ പല്ലാണോ? മുന്നിലത്തെ പല്ലാണ് സാറേ. അപ്പൊ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നു. ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നത് മോണരോഗം കൊണ്ടാണ്. ബ്ലഡ് വരുന്നത് അത് മോണ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ മോണരോഗ വിദഗ്ധനെ കാണുക. രണ്ടാമത് പല്ല് തേയ്മാനം സംഭവിച്ചത് പുറമേ ആണെന്നുണ്ടെങ്കിൽ അത് ബ്രഷ് സെഞ്ചുറി ആവാം, അല്ലെങ്കിൽ അബ്രേഷൻ ആവാം. നമ്മൾ വല്ല കെമിക്കൽസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തേഞ്ഞു പോവാം. അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറിയിലോ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അബ്രേഷൻസ് ഉണ്ടാവാം. അടിയിലാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഫ്രണ്ടിലെ പല്ലിന് അടിയിൽ തേയ്മാനം സാധാരണ കുറവാണ്. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചാൽ ഫ്രണ്ടിലെ പല്ല് അടിയിലാണോ ചോദിച്ചത്. പല്ലിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ അകത്തെ സൈഡാണോ അല്ല ഈ ടിപ്പിലാണോ എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. ഓക്കെ ഡോക്ടർ. വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ഞാൻ കൂലായി ശ്യാം എന്ന് പറയാനാണ്. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. എന്റെ പല്ലിന്റെ മേലെ ഊണി വീങ്ങിയിട്ട് ഒരു 3-4 മാസമായി. ചോദ്യം തിരിഞ്ഞില്ല. ഹലോ. കോൾ കട്ടായെന്ന് തോന്നുന്നു. പല്ലിന് മുകളിലുള്ള മോണവീക്കം തുടങ്ങിയിട്ട് മാസങ്ങളായെന്നാണ് പ്രേക്ഷകൻ പറഞ്ഞത്. ഓക്കെ. മോണവീക്കം ഇതുപോലെ തന്നെ മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്. മോണ ക്ലീൻ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കൂടുതലുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ കൂടുതലുള്ള ചികിത്സ ചെയ്യേണ്ടതാണ്. ഓക്കെ. എന്താണ് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി? കോസ്മെറ്റിക് ഡെന്റിസ്ട്രി വെച്ചാൽ മുഖത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് നമ്മുടെ പല്ലുകളുടെ രൂപഭംഗി വരുത്തുന്നതിനാണ്. ഇപ്പോൾ അതിന് പല ടെക്നോളജിയും ഉണ്ട്. നമ്മുടെ പല്ലുകൾ പലപ്പോഴും ക്രൂക്കഡായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുപ്പത്തിലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേസസ് ഇട്ട് അത് കറക്റ്റ് ചെയ്യാം. പലപ്പോഴും കുട്ടികൾക്ക് എപ്പോഴാണ് ഇതെന്താ ചികിത്സ വേണ്ടതെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ബ്രേസസ് ഇടുന്നത് സാധാരണ ഇതിൽ പല്ലെല്ലാം വന്നതിന് ശേഷം എന്ന് വെച്ചാൽ 12-13 വയസ്സിന് ശേഷമാണ് ഫിക്സഡ് ആയിട്ടുള്ള ബ്രേസസ് ഇടേണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അധികവും ഓർത്തോഡോണ്ടിക് കറക്ഷൻസ് മാത്രമേ നടക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിൻ്റെ കറക്ഷൻ നടക്കത്തില്ല. അസ്ഥിയുടെ കറക്ഷൻ നടക്കണമെങ്കിൽ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള പീരീഡിൽ അസ്ഥിയുടെ കറക്ഷൻ നടക്കും. അതിന് ചെറിയ ചെറിയ അപ്ലയൻസുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അസ്ഥി നമ്മുടെ മുഖത്തിൻ്റെ താഴത്തെ താടിയും മുകളിലത്തെ താടിയുടെയും കറക്റ്റായിട്ട് പൊസിഷനിൽ വെക്കാൻ സാധിക്കുന്നതാണ്. അത് അസ്ഥിക്ക് വളർച്ച കുറവുണ്ടെങ്കിൽ അസ്ഥിയുടെ വളർച്ച കൂട്ടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പിയിടുന്നൊക്കെ പ്രായം കഴിഞ്ഞിട്ട് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രായപൂർത്തിയായി പിന്നീട് നമുക്ക് പല്ലിന് കുറച്ചും കൂടി സൗന്ദര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ചികിത്സയാണ് കോസ്മെറ്റിക്. ഓരോ പല്ലിനും ഓരോ സൈസുണ്ട്. ഓരോ പല്ലിൻ്റെയും സൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ സെൻട്രൽ ഇൻസൈസർ നടുക്കത്തെ പല്ലിൻ്റെ സൈസിന് അനുസരിച്ച് കറസ്പോണ്ടിങ് സൈസാണ് അടുത്ത പല്ലിന്. അതിൻ്റെ അടുത്ത പല്ലിന് കറസ്പോണ്ടിങ് സൈസാണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ പല്ലിൻ്റെ സെൻട്രൽ ഇൻസൈസറിൻ്റെ 80% അതിൻ്റെ വിഡ്ത്ത്.
അതിൻ്റെ 60% ആണ് നെക്സ്റ്റ് പല്ലിൻ്റെ, അതിൻ്റെ 60% നെക്സ്റ്റ് പല്ല്, അങ്ങനെ 60% വെച്ച് അങ്ങനെ പോകും. ഓരോ പല്ലിൻ്റെ എത്ര സൈസ് വേണം എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആ ഡിസൈൻ അനുസരിച്ചിട്ട് പേഷ്യൻ്റ് വായിലേക്ക്, പേഷ്യൻ്റെ മുഖത്തിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം പേഷ്യൻ്റ് വായിലേക്ക് വെച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനുപരിയായിട്ട് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയും. അതിലേക്ക് വരുമ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. ഭാര്യയ്ക്ക് ഭയങ്കര വായ് സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തേച്ചാലും ഏത് പേസ്റ്റ് ഇട്ട് തേച്ചാലും ഭയങ്കരമായി സ്മെല്ലടിക്കുക. അത് ഈ മരത്തിന്റെ സ്മെല്ലാണ്. വായുനാറ്റം വരുന്നത് പ്രധാനമായിട്ടും പല്ലിലും മോണയിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ ഒട്ടിപ്പിടിച്ചിരുന്ന കാൽക്കുലസ് ഉണ്ടാകുമ്പോഴാണ് വായിക്ക് സ്മെല്ലുണ്ടാകുന്നത്. പിന്നെ അതിലുപരിയായിട്ട് നമ്മുടെ നാക്കിൻ്റെ ഡോഴ്സം ഓഫ് ദി ടങ് എന്ന് പറയും, ഏറ്റവും അടിഭാഗത്ത് ഒരു ബാക്ടീരിയ ഫ്ലോറ ഉണ്ടാകും. അവിടെ നിന്നും അതുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൈനസൈറ്റിസ് അല്ലെങ്കിൽ വയറ്റിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇതേതെങ്കിലും ഉണ്ടെങ്കിലും വായിക്ക് സ്മെല്ലുണ്ടാവും. ഇത് ആദ്യമേ ഡെൻറ്റിസ്റ്റിനെ കണ്ട് പരിശോധിപ്പിച്ച് എന്തുകൊണ്ടാണ് സ്മെല്ലുണ്ടാകുന്നത് ഡെൻറ്റിസ്റ്റ് പറയാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം മാറിയില്ലെങ്കിൽ മറ്റുള്ള പരിശോധനകൾക്ക് പോകേണ്ടതാണ്. നിങ്ങളുടെ ഇത് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ മാറാൻ പറ്റുന്നവർ ഡെൻറ്റിസ്റ്റിനെ കണ്ടാൽ മാത്രം മതി. ഓക്കെ ഡോക്ടർ, ഈ നിരതെറ്റിയ പല്ലുകൾ ക്രമീകരിക്കാൻ ക്ലിപ്പിടുക എന്നുള്ളതാണോ പ്രധാന ചികിത്സ? നിരതെറ്റിയ പല്ലുകൾ ക്രമീകരിക്കാൻ ഏജ് കുറവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് ക്ലിപ്പിടുന്നതാണ്. ക്ലിപ്പിടുന്നതിന് ബ്രേസസ് ഇടുന്നതാണ്. ബ്രേസസ് ഇടാൻ പറ്റാത്ത പ്രായമാണെങ്കിൽ, ഇപ്പോൾ പിള്ളേരൊക്കെ കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിന് ഈവൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും ബ്രേസസ് ഇടാൻ പിള്ളേർക്ക് മടിയാണ്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് മടിയാണ്. കാരണം ബ്രേസസ് ഇടുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. 1.5 വർഷം തൊട്ട് 2 വർഷം വരെ എടുക്കും അതിൻ്റെ ഡ്യൂറേഷൻ. അതുകൊണ്ട് അത്രയും സമയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ബ്രേസസ് ഇട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ ഈ പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നവരും അല്ലെങ്കിൽ ജോലിക്കാരും ഒന്നും പോകാറില്ല. അവർക്കുള്ള ഒരു മറ്റു മാർഗ്ഗമാണ് കോസ്മെറ്റിക് കറക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രേസസ് അല്ലാണ്ട് അലൈനേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽ എടുക്കുകയാണ്. നമ്മൾ പല്ലിൻ്റെ ഫോട്ടോയും മോഡലും എടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ റിസൾട്ട് അറ്റൈൻ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം അതിന് പ്രത്യേകം ഓരോ മോഡൽസ് ഉണ്ടാക്കും. അത് ഓരോ 10 ദിവസം കൂടുമ്പോൾ മാറി പല്ലിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈർഡ് പൊസിഷനിലേക്ക് ആ പല്ല് മാറ്റാൻ പറ്റും. ചെറിയ കറക്ഷൻസൊക്കെയാണ് അത് നടക്കുന്നതാണ്. അതിനകത്ത് ഒറ്റ ദോഷം എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലി മൂവ്മെൻറ്റ് നടക്കത്തില്ല. പല്ലിന് മൊത്തമായിട്ട് നീക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നീങ്ങത്തില്ല, ടിപ്പിംഗ് മൂവ്മെൻറ്റാണ് നടക്കും. അപ്പോൾ അതുകൊണ്ട് പല്ല് പറിക്കാണ്ടുള്ള ചികിത്സയാണെന്നുണ്ടെങ്കിൽ അതായാലും കറക്റ്റ് ആവും. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ തൃശ്ശൂർന്ന് ശ്രീജ. പറഞ്ഞോളൂ. എന്റെ മുകളിലെ പല്ലിന്റെ ഫസ്റ്റ് അണപ്പല്ലുണ്ടല്ലോ, മുകളിലത്തെ പല്ലിന്റെ ഫസ്റ്റ് അണപ്പല്ല്, ഫസ്റ്റ് അണപ്പല്ല്, അവിടെ ചെറിയ ഹോളുണ്ട്. അപ്പം ഒരാഴ്ച ഇപ്പൊ ഭയങ്കര സ്വെല്ലിംഗ് പോലെ ഉണ്ട്. അത് സ്വെല്ലിംഗ് ആയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. സ്വെല്ലിങ് പോലെ ആയെങ്കിൽ അതിന് ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ട്. ഇൻഫെക്ഷൻ ഒരു പരിധി കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വെല്ലിങ് വന്നത്. അത് തീർച്ചയായിട്ടും റൂട്ട് കനാൽ ചെയ്ത് ശരിയാക്കിയെടുക്കാവുന്നതാണ്. ഒരു എൻഡോഡോണ്ടിസ്റ്റോ അല്ലെങ്കിൽ നല്ലൊരു ക്ലിനിക്കിൽ പോയി അത് ചെയ്തെടുക്കാവുന്നതാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. നമ്മളെ ഈ പല്ല് ക്ലീൻ ചെയ്താൽ നമുക്ക് എന്താ പ്രശ്നങ്ങൾ വരുമോ? പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല. പല്ല് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രത്യേക മെഷീനും കൊണ്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ പല്ല് ഡ്രില്ല് ചെയ്യുന്ന മെഷീൻ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സെൻസിറ്റിവിറ്റി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ ഒൺലി വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈബ്രേഷൻ കൊണ്ട് മാത്രം ആണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും പല്ലുകൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഒരുപാട് കാൽക്കുലസും അതുപോലെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉള്ള പല്ലുകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ചെറിയ പുളിപ്പുണ്ടാകും, അത് തന്നെ മാറിക്കോളും. എന്താണ് ഈ ഡെന്റൽ ഇംപ്ലാന്റ്സ്? ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ പല്ല് പോയ സ്ഥാനത്ത് പകരം പല്ല് വയ്ക്കുന്നതിനുള്ള ചികിത്സാ മാർഗ്ഗമാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു വസ്തു കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പല്ല് പറിച്ച് കളഞ്ഞാൽ ആ പൊസിഷനിലേക്ക് ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരം ആ ഇംപ്ലാന്റ് സ്വീകരിച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ മുകളിൽ ക്യാപ്പിട്ട് പിടിപ്പിക്കുന്നു. അതാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇപ്പോൾ ഒരു പല്ല് പോയാലും പല പല്ലുകൾ പോയാലും മുഴുവൻ പല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെൻ്റൽ ഇംപ്ലാന്റ് വഴി റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അത് ഏത് പ്രായക്കാരിലും സാധ്യമാണോ? പ്രായപൂർത്തിയാവണം. 18 ഇയേഴ്സ് കഴിയണമാണ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി. അത് മാത്രമേ ഉള്ളൂ. ഏജ് എത്ര ഏജ് പ്രായമായാലും യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ വലിയ പ്രായമായി ആൾക്കാർ മരിക്കാൻ പോകുമ്പോൾ ഡെഞ്ചർ ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ടാണ് മരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം വായി തന്നെ വെച്ച് കിടന്ന് മരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് എപ്പോഴും ഫിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ തന്നെ പല്ല് എടുത്തു മാറ്റത്തക്ക രീതിയിലുള്ള മുഴുവൻ പല്ലുകളും വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് അതിൻ്റെ ഉപയോഗം കിട്ടത്തില്ല. മറ്റേ പല്ല് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പഴയ രീതിയിൽ തന്നെ നമ്മൾ എങ്ങനെ പല്ലുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ചോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡൈജഷനും നമ്മുടെ ആരോഗ്യമൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട്. ഈ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? പിന്നീട് കേടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം? ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ സാധനമാണ്. അതിനകത്ത് കേടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് റിജക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അത് സാധാരണ ഇതിൽ ഇംപ്ലാന്റ് വെക്കുന്ന പേഷ്യൻറ്റിന് റിജക്റ്റ് ചെയ്യാൻ നമ്മുടെ സൈറ്റ് റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമിക് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഇംപ്ലാന്റ് റിജക്റ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എക്സസീവ് ഫോഴ്സ് വരിക ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. 90% മോർ ദാൻ 90% സക്സസ് റേറ്റാണ് ഇംപ്ലാന്റ്സിനുള്ളത്. ഈ ദന്ത ചികിത്സയിലുള്ള ലേസറിൻ്റെ പങ്ക് ഒന്ന് പറയാമോ? ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണോ ലേസർ ട്രീറ്റ്മെൻറ്റ്? ഇപ്പോൾ ലേസർ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. 2 തരം ലേസേഴ്സാണ് ഉള്ളത്. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സും ഒന്ന് ഹാർഡ് ടിഷ്യൂ ലേസേഴ്സും. സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സ് മെയിനായിട്ടും ഇപ്പോൾ എല്ലാ ക്ലിനിക്കുകളിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സിന് നമ്മുടെ സർജറിയും കൊണ്ട് ചെയ്യാവുന്ന ബ്ലേഡും കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരത്തില്ല. ഒരു കാരണവശാലും ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും വരത്തില്ല. പല കേസുകളിലും അനസ്തേഷ്യ വേണ്ട. നമ്മുടെ ബാക്ടീരിയൽ റിഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മരുന്നുകളുടെ അളവ് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കോമ്പസിറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് വന്നാൽ നടക്കത്തില്ല. മറ്റുള്ള ഇതും കൊണ്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വരും. പക്ഷേ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ഒരു കാരണവശാലും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലേസേഴ്സ് വളരെ കോമൺ ആയിട്ടുണ്ട്. ഈവൻ ആപ്തസ് അൾസസിന് വരെ ലേസേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഹാർഡ് ടിഷ്യൂ ലേസേഴ്സ് അത്ര കോമൺ അല്ല, അത് എക്സ്പെൻസീവ് ആണ്. അത് നമ്മൾ ടൂത്ത് ഫില്ല് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തരം കേസുകളിലും ഹാർഡ് ടിഷ്യൂ ലേസസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പഴയ ഫില്ലിങ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെറ്റൽ പാർട്സ് ഉണ്ടെങ്കിലോ മെറ്റലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് ടിഷ്യൂ ലേസസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പുതിയ കേട് തുടങ്ങുന്ന കേസുകളിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഹാർഡ് ടിഷ്യൂ ലേസസ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. താങ്ക് യു. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.